അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 173, 174, 175, 176 എന്നിങ്ങനെ 4 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീലാ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലൻ നാറ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഉലൈക അല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറതി فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. صدق الله العظيم. കഴിഞ്ഞ ദിവസം നമ്മൾ 169 ആയത്ത് മുതൽ 172 ആയത്ത് വരെയുള്ള അർത്ഥങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിൻ്റെ ആലാപനത്തിലേക്കും വിശദീകരണവും പറഞ്ഞു, അതിൻ്റെ ആലാപനത്തിലേക്ക് നമ്മൾ കടന്നുപോയി. ആ ഒരു ആലാപനവും കൂടെ ഇന്ന് ചേർക്കുകയാണ്. 69, 70, 71, 172 എന്നിങ്ങനെയുള്ള ആയത്തിൻ്റെ ആലാപനമാണ്. അറിവേതുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളും ചെയ്യുവാൻ തന്നെയാ ശൈത്താനും പറയുന്നേ. വേദങ്ങളൊന്നുമേ പറയാത്ത കാര്യങ്ങൾ, ദൂതറിവൊന്നുമേ പറയാത്ത കാര്യങ്ങൾ, ഇവകൾ നിങ്ങൾ ചെയ്യണം എന്നാണ് ശൈത്താനും പറയുന്നേ. അതിലേക്ക് പോകല്ലേ. അവരും പറയുന്നു, പൂർവപിതാക്കള് ചെയ്തതേ നമ്മളും ചെയ്യുക ഉള്ളല്ലോ. അല്ലാഹു അവരോട് ചോദ്യവും ചോദിച്ചേ അവരും പിഴച്ചോവർ. എന്നാലോ നിങ്ങളും അവരെയും പിൻപറ്റി ജീവിതം മുന്നോട്ട് പോകുമോ കൂട്ടരെ? വിഡ്ഢികൾ നിങ്ങൾ. അല്ലാഹ് പറയാത്ത കാര്യം പറഞ്ഞെന്ന് മനുഷ്യരെ ചതിക്കുന്ന ചതിയന്മാർ നിങ്ങൾ. ഖുർആനെ പിൻപറ്റാൻ നബിയും പറഞ്ഞാലോ പരിഹാസം കൊണ്ടാണേ അവരും ചമയുന്നു. നബിയോടും അല്ലാഹു പറയുന്നു, നബിയാരെ ഇവരുമേ ജന്തുവേ അതിനേക്കാൾ കഷ്ടമാ. മനുഷ്യൻ്റെ ആജ്ഞയും അറിയില്ലേ ജന്തുവിൻ, അതുപോലെ ഇവരെല്ലാം വിട്ടേക്കോ നബിയാരെ. വിഡ്ഢികൾ വിഡ്ഢികൾ അവരെല്ലാം വിഡ്ഢികൾ. താൻ തോന്നിയായവർ അവർക്ക് നരകം. വിഡ്ഢികൾ വിഡ്ഢികൾ അവരെല്ലാം വിഡ്ഢികൾ. താൻ തോന്നിയായവർ നരകം അവർക്കാണേ.
അല്ലാ പറയുന്നു സത്യവാന്മാരോട്, നല്ലത് നിങ്ങളും തിന്നോ കുടിച്ചോളൂ, എന്നിട്ട് നിങ്ങളും അല്ലാഹ് കാണിക്കേ, നന്ദിയും കാണിക്കേ നിങ്ങളും തന്നാണേ. അല്ലാഹുവേ നിങ്ങളും പിൻപറ്റിയെങ്കിലോ നന്ദിയും കാണിച്ച് സ്വർഗവും നേടിക്കോ. ആരെയും മാതൃകയാക്കണ്ട, ഖുർആനെ പിൻപറ്റി അതിനെയും പഠിച്ചേക്കൂ. ഒരു കാലവും പതറില്ല, ഒരു കാലവും തളരില്ല, എന്നെന്നും ഖുർആനും അല്ലാഹും കാവല. ഖുർആനെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് എന്നെന്നും ഉദവിയും നൽകണേ അല്ലാഹ്. ഖുർആനെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് എന്നെന്നും ഉദവിയും നൽകണേ അല്ലാഹ്. ഇനി പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 173, 174, 175, 176 ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹമൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതും മാത്രമാണ് അല്ലാഹു നിരോധിച്ചിട്ടുള്ളത് കേട്ടോ. ഫമനിദ്തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. ഇനി വല്ലവനും തൻ്റെ ജീവനെ രക്ഷിക്കേണ്ടതിന് ഈ നിഷിദ്ധ വസ്തുക്കൾ തന്നെ ഭക്ഷിക്കുവാൻ നിർബന്ധനായി തീർന്നാൽ അവൻ്റെ മേൽ കുറ്റമൊന്നുമില്ല. പക്ഷേ അത് തിന്നുന്നത് സ്വന്തം ഹൃദയത്തിൽ ഉദിച്ച ആഗ്രഹമാകരുത് കേട്ടോ. അപ്രകാരം തന്നെ ജീവനെ രക്ഷിക്കാൻ ആവശ്യമായ പരിധി വിട്ടു പോകുകയും അരുത് കേട്ടോ. എന്താണ് അല്ലാഹു പറഞ്ഞത് നമുക്ക് വല്ലതും മനസ്സിലായോ? ശവവും രക്തവും പന്നിമാംസവും നിങ്ങൾ കഴിച്ചു പോകരുത് കേട്ടോ. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ വേറെ ആരുടെയെങ്കിലും പേരിൽ അറുത്തതായ മാംസവും നിങ്ങൾ ഭക്ഷിച്ചു പോകരുത് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കി തന്നിരിക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞാൻ ഹലാലായത് തന്നിട്ടുണ്ട്. ആ ഹലാലായതിൽ നിന്ന് നിങ്ങൾക്ക് യഥേഷ്ടം ഫലഭുഷ്ടമായ സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. പക്ഷെ ഇത് നിങ്ങൾ കഴിച്ചു പോകരുതേ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇനി വല്ലവനും തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പന്നിമാംസമോ രക്തമോ ശവമോ കുടിക്കേണ്ടി വന്നാൽ അതിൽ തെറ്റില്ല. പക്ഷേ അവൻ്റെ ആഗ്രഹം അതായിരിക്കരുത് കേട്ടോ. ജീവൻ രക്ഷിക്കാനുള്ള കാര്യം മാത്രമായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരാൾ മരിക്കാൻ പോകണം, ഒരു കാട്ടിലേക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അയാൾ കാട്ടിൽ അകപ്പെട്ടു, അയാൾ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കുപ്പി രക്തം കിടക്കും. അപ്പോൾ അയാൾ വിചാരിക്കണം, അതിൽ നിന്നൊരല്പം എൻ്റെ തൊണ്ട ഒന്ന് നനച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം, എൻ്റെ ജീവൻ രക്ഷിക്കാം എന്നയാൾക്ക് ബോധ്യമായാൽ ആ രക്തം കുറച്ച് അവൻ്റെ തൊണ്ട നനയ്ക്കാൻ, അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവനത് കഴിക്കാം. മനസ്സിലായി? ഇനി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇങ്ങനെ ഈ ആയത്തിനൊക്കെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം, വൈദ്യൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ MBBS-ഉം LLB-യും പഠിച്ചവൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയൊന്നും അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. فمن اضطر غير باغ ولا عاد
ഫലാ ഇസ്മ അലൈഹി. ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ, അവൻ മരിക്കുമെന്ന ഘട്ടത്തിൽ ഒരു കുപ്പി രക്തം അടുത്ത് കിടക്കുകയാണ്. അവൻ വിചാരിക്കുകയാണ്, അതിൽ നിന്നൊരല്പം കുടിച്ചാൽ എൻ്റെ ജീവൻ രക്ഷിക്കാം എന്ന് അവന് തന്നെ ബോധ്യമായാൽ അതിൽ നിന്നവന് കുറച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുടിക്കാം. അത് അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. ഇനി പന്നി മാംസം തന്നെ, ഒരുത്തന് ഒരു കാട്ടിൽ അവനകപ്പെട്ടു, പന്നീരെ മാംസം ഇങ്ങനെ കിടക്കുക. അവൻ വിശന്ന് വലഞ്ഞ് ഇനി അങ്ങോട്ട് ഒരു 5 അടിയെങ്കിലും നടന്നാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാം. പക്ഷേ അവന് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നടക്കാൻ വേണ്ടി കുറച്ച് പന്നി ചെറിയ അളവിലുള്ള മാംസം തിന്നാൽ, അല്ലെങ്കിൽ അള്ളാഹു ശവത്തിൻ്റെതായ ഏതെങ്കിലും പശുവോ ആടോ ഒക്കെ മരിച്ചു കിടക്കുമല്ലോ, ശവം, അതിൻ്റെ ചെറിയ ഒരു മാംസം തിന്നാൽ അവൻ അങ്ങോട്ട് കടന്നു പോകാം എന്ന് അവന് ബോധ്യമുണ്ട് എങ്കിൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ അവന് തന്നെ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവനതിൽ നിന്ന് അല്പം കഴിക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അത് പരിധി വിട്ടു പോകരുത്, അവൻ്റെ ജീവൻ മാത്രം രക്ഷിക്കാൻ വേണ്ടിയേ കഴിക്കാവൂ, അത് പരിധി വിട്ടു പോകരുത്. മാത്രവുമല്ല അവൻ്റെ ആഗ്രഹത്തിന് അത് പറ്റുകയില്ല. അവന് ആഗ്രഹമുണ്ട് ഒരു പന്നി മാംസം തിന്നണം, അങ്ങനെ കഴിച്ചാൽ പറ്റില്ല. അല്ലെങ്കിൽ രക്തം കുടിക്കണമെന്ന് അവന് ആഗ്രഹം, അതൊന്നും ഇവിടെ നടക്കില്ല. അവൻ്റെ ജീവൻ അങ്ങ് പോയി എന്ന് തോന്നുമ്പോൾ അവന് തോന്നുകയാണ്, ആ രക്തമോ അല്ലെങ്കിൽ മാംസമോ ഒക്കെ കഴിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം എന്ന് അവന് ബോധ്യം. അങ്ങനെ ആ ഒരു അവസ്ഥയിലേ അത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയൊന്നും ഒരവസ്ഥ ഇല്ലല്ലോ. എന്നാലും അള്ളാഹു പറയുകയാണ്, അങ്ങനെ ആയാലും നിങ്ങൾക്ക് കഴിക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല എന്ന്. അപ്പോൾ അള്ളാഹു എത്ര ഔദാര്യവാനാണ്, എത്ര കരുണയുള്ളവനാണ് അള്ളാഹു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും പരമകാരുണ്യകരമാകുന്നു കേട്ടോ. അള്ളാഹു എത്രയോ ഏറെ പൊറുക്കുന്നവനാണ്, മാത്രമല്ല പരമകാരുണ്യകനുമാകുന്നു എന്ന്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയസ്തറൂന ബിഹി സമനൻ ഖലീലാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു അവതരിപ്പിച്ചതിനെ അഥവാ പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ അഥവാ ഈ ഖുർആനെ മറച്ചു വയ്ക്കുകയും അത് വിറ്റ് തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നവരുണ്ടല്ലോ. ഉലൈക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, അഗ്നിയെ മാത്രമാണ്, തീയെ മാത്രമാണ് അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് നബിയേ. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. പുനർജനിപ്പിക്കുന്ന ദിവസം, അതേ മഹ്ശറയിൽ അള്ളാഹു അവരോട് ഒരിക്കലും സംസാരിക്കുകയേ ഇല്ല കേട്ടോ. ആരോടാണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് വിറ്റ് ജീവിക്കുന്നവരെയാണ്. അള്ളാഹുവിനവിടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇവിടെയാണ് നാളെ മഹ്ശറയിൽ അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്കാണ് കേട്ടോ വേദനാജനകമായ ശിക്ഷയുള്ളത് കേട്ടോ. ഉലൈകല്ലദീന ഇശ്തറവുദ്ദലാലത ബിൽഹുദാ വൽഅദാബ ബിൽമഗ്ഫിറതി ഫമാ അസ്ബറഹും അലന്നാർ. സന്മാർഗത്തെ വിറ്റ് ദുർമാർഗത്തെയും പാപമോചനമാർഗത്തെ വിറ്റ് ശിക്ഷയെയും പകരം കരസ്ഥമാക്കിയവർ അവരത്രേ നരകാഗ്നിയിൽ. അവർക്ക് എന്തൊരു
ക്ഷമയാണ്. പരിശുദ്ധമായ ഖുർആൻ വന്നിട്ടും ആ ദീനുൽ ഇസ്ലാമിലേക്ക് വിശ്വസിക്കാത്ത മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അദാബുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ഈ ഗ്രന്ഥത്തെ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുകയും ഇതിൻ്റെ സത്യാസത്യങ്ങളെ വിളിച്ചു പറയാതെ മൂടി വയ്ക്കുന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അവർക്കും നാളെ അള്ളാഹുവിൻ്റെ അദാബാണ് കേട്ടോ. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഇനി ഈ പരിശുദ്ധമായ ഖുർആൻ കൽപ്പിക്കാത്ത കുറേ ആഭിചാരക്രിയകളും അനാചാരങ്ങളും നടത്തി ദീനിനെ തുച്ഛമായ രീതിയിൽ വിൽക്കുന്ന പുരോഹിത വർഗമേ, നിങ്ങളും സൂക്ഷിച്ചോ, നിങ്ങൾക്കും നരകാഗ്നിയാണ്. എന്നിട്ട് അള്ളാഹു അവരെ കളിയാക്കാണ്. ഓ, അവർക്ക് എന്തോ ഒരു ക്ഷമയാണ്. കത്തിക്കാളുന്ന നരകത്തിൽ അകപ്പെട്ടിട്ടും അവർക്ക് എന്തോ ഒരു ക്ഷമയാണ്. അവർ ഈ പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കുന്നില്ലല്ലോ നബിയെ എന്നാണ്. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. അതിന് കാരണം അള്ളാഹു വേദത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സത്യത്തോടു കൂടിയാണ് കേട്ടോ. വേദത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചിരിക്കുന്നവരാകട്ടെ വിദൂരമായ സ്പർദ്ധയിലത്രേ. ഇന്നത്തെ സംഘടനകളെ പറ്റിയാണ് അള്ളാഹു പറയുന്നതെന്ന് സാരം. ഖുർആനിൽ ആർക്കും തർക്കമില്ല. പിന്നെ എവിടെയാണ് തർക്കം? അന്യോന്യമുള്ള സ്പർദ്ധ, അതാണ് കാര്യം കേട്ടോ. ഞാൻ ഇന്ന സംഘടനയാണ്, ഞാൻ അന്ന സംഘടനയാണ്, ഞാൻ ഇന്ന പാർട്ടിയാണ്. പക്ഷേ അള്ളാഹു പറയുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ സ്പർദ്ധ വളർത്തി തമ്മിൽ നിങ്ങൾ തെറ്റി ജീവിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിറ്റ് ഉപജീവനം നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ മരിച്ച് നാളെ അങ്ങ് മഹ്ശറയിൽ വന്നു പോയാൽ അവിടെ നിങ്ങൾക്ക് തീയാണ്, നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്ക് പരിശുദ്ധമായ ഖുർആൻ അത് പഠിക്കണം കേട്ടോ, അത് പ്രാവർത്തികമാക്കണം കേട്ടോ. അറിവില്ലെങ്കിൽ അത് അറിവുള്ളവരോട് ചോദിച്ച് പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അല്ലാതെ പരിശുദ്ധ ഖുർആനെയും വിട്ട് വേറെ ആരെയെങ്കിലും നിങ്ങൾ മാതൃകയാക്കിയാൽ നിങ്ങളുടെ ദുനിയാവിലെയും നാളെ പാരത്രികമായ ലോകത്തെയും ജീവിതം നഷ്ടമാണ് കേട്ടോ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.